ഞങ്ങളുടെ തെങ്കാശി ബസ് വന്നിട്ടുണ്ട്. ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. തെന്മല ടു തെങ്കാശി 58 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏകദേശം 1 മണിയായപ്പോൾ ബസ് തെങ്കാശിയിലെത്തി. ഫുഡ് അടിക്കാൻ തന്നെയായിരുന്നു ആദ്യ പ്ലാൻ. ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലതുവശത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അതിന് നേരെ പുറകിലുള്ള ഹോട്ടൽ അലിഫ് പൊറോട്ടോ സ്റ്റാളിലാണ് ഞങ്ങൾ കയറിയത്. അവൻ ബീഫും ഞാൻ ചിക്കൻ ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത്. മീറ്റ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിരുന്നു. റൈസ് മാത്രം കഴിക്കാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. ബിരിയാണി കഴിഞ്ഞ് ഓരോ ബുൾസയും പൊറോട്ടയും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അതും നിരാശപ്പെടുത്തിയില്ല. കാശി വിശ്വനാഥർ ടെമ്പിളിലേക്കായിരുന്നു അടുത്ത യാത്ര. ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക് 2 കിലോമീറ്ററാണ് ദൂരം. ഓട്ടോക്കാരൻ 100 രൂപ പറഞ്ഞോടെ നടക്കാൻ തീരുമാനിച്ചു. വെയിൽ കൊണ്ട് മടുത്തപ്പോൾ ഒരു മോരുകടയുടെ മുന്നിൽ ഞങ്ങൾ സ്റ്റോപ്പായി. പൊരിവേലത്ത് ആ തണുത്ത മോര് നൽകിയ ആശ്വാസം ചില്ലറയൊന്നുമല്ല. ആ ചെറിയ മൊന്തയ്ക്ക് 20 രൂപയാണ് വില. സത്യത്തിൽ അണ്ണൻ്റെ മീശ കൂടെ കണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നത്. എടുത്ത ഫോട്ടോ ഒക്കെ കാണിച്ചെടുത്തപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണെന്ന് മൂപ്പര്. ആൾക്കാരോട് ചോദിച്ച് ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി. ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത സ്റ്റേഷന്റെ ബാക്കിലൂടെ ഒരു വഴിയുണ്ടെന്ന് ഒരക്ക പറഞ്ഞു. ഇതാണ് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വഴി പറഞ്ഞെന്ന അക്കയാണ് ആ പോകുന്നത്. സ്റ്റേഷനിൽ പുറകിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരു സ്ത്രീബന്ധം തിയേറ്ററൊക്കെ കണ്ടു. അവിടെ ഇപ്പോൾ രജനി മുരുകൻ റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിന്റെ ഇടതുവശത്തൂടെ ഒരു 500 മീറ്റർ നടന്നപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിന്റെ പല പല വ്യൂസൊക്കെ കണ്ടു തുടങ്ങി. 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാരാണ് ഈ അമ്പലം നിർമ്മിച്ചത്. ശിവനാണ് പ്രതിഷ്ഠ. എൻട്രൻസിൽ തന്നെ നന്ദിയുടെ 2 ശില്പങ്ങളുമുണ്ട്. ഭക്തി, വിശ്വാസം, അതിനൊക്കെ പുറമെ ഒരു വലിയ കലാസൃഷ്ടി ആയതുകൊണ്ടുകൂടിയാണ് ഇത്രയധികം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ദേവീദേവന്മാരുടെ ശില്പങ്ങളുടെ ഒരു ഫിനിഷിംഗ് ഒന്നും പറയാനില്ല. അത് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അമ്പലം ഓപ്പൺ ആവാൻ ഇനി വൈകുന്നേരം 6 മണിയാവണം. സോ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന ഉടൻ തന്നെ മധുരൈ ഫേമസ് ജിഗർത്തണ്ട ഷോപ്പ്. ഒന്നും നോക്കിയില്ല, കയറി. ഒരു റെഗുലർ പറഞ്ഞു. ഞങ്ങൾ ഷെയർ ചെയ്തു. റെഗുലറിന് 60 രൂപയാണ്. മസ്റ്റ് ട്രൈ എന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഐറ്റം. ഞങ്ങൾ ചെങ്കോട്ട ബസ് പിടിക്കാനായി തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. തിരുമലൈ കുമാരസ്വാമി ടെമ്പിളിലോട്ടാണ് അടുത്ത യാത്ര. വലിയ മലകള്, അതിന് താഴെ നോക്കത്താ ദൂരത്തോളം പുൽമേട്, അതിൽ നിറയെ പശുക്കള്, തെങ്ങിൻതോപ്പ്, വയലുകള്. ബസ്സിൽ ഇതുവരെ കേൾക്കാത്ത ഒരു കിടിലൻ തമിഴ് പാട്ടും. ഉഫ്, സെമ്മ ഫീലിംഗ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങളെ കാത്തിരുന്നത്. ഞങ്ങൾ ചെങ്കോട്ടയിൽ ഇറങ്ങി പൊമ്പുളി എന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ടെമ്പിളിലോട്ട് ഓട്ടോ കിട്ടും. ഒരച്ഛനെയും മോനെയും ഞങ്ങൾക്ക് കമ്പനി കിട്ടി. 80 രൂപയാണ് ഓട്ടോ ചാർജ്. അവർ 30ഉം ഞങ്ങൾ 50 ഷെയർ ഇട്ടു. മണിയും കിലുക്കി കുറെ ആടും ഒക്കെ വഴി കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. അല്ലു അർജുൻ്റെ പുഷ്പയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. ഈ കവാടത്തിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഓരോ വാഹനത്തിനും ചാർജ് ഉണ്ട്. അതിനോട് ചേർന്നുള്ള ഈ വഴിയിലൂടെയാണ് കാൽനട യാത്ര. മുകളിൽ വരെ എത്താൻ 1500ഓളം സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾക്ക് ഇടതുവശത്തായി ഇടവിട്ട് ഓരോ പ്രതിഷ്ഠകളും നമുക്ക് കാണാൻ സാധിക്കും. അതിന് പുറകിലായി നല്ല കിടിലം മലകളും. കുറച്ചങ്ങ് കയറിയപ്പോൾ ഒരു പട്ടിസാറിനെ കണ്ടു. പിന്നെ പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോ സെഷൻ. വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ പോസ് ചെയ്തു തന്നു. ഒരു ജാടയും കാണിച്ചില്ല. ഇന്ന് ഞങ്ങളുടെ ക്യാമറ കിട്ടിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫ്രെയിം അതിതായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ ഈ ഫ്രെയിമിന് കുറച്ചുകൂടെ ഭംഗി കൂടിയിരുന്നു. അത് വീഡിയോയുടെ അവസാനം തന്നെ ഉണ്ട്. ഞങ്ങൾ വീണ്ടും മല കയറാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഒരു കുഞ്ഞു പോരാളി കയറി വരുന്നു. മടുത്തിട്ടാണോന്നറിയില്ല, അവൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മ അല്ലടി, മുരുക എന്ന് വിളിക്കാൻ അമ്മൂമ്മയുടെ ഉപദേശവും. കൊച്ചിനെ നോക്കി നിൽക്കുന്നതിനിടയിൽ ഒരു വലിയ പോരാളി ഞങ്ങളെ ക്രോസ് ചെയ്തു പോയി. ദേ പോണ പോക്ക് കണ്ട. മിനിമം ഒരു 70 വയസ്സേലും ഉണ്ടാവും. അത് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി കാറ്റാണ് അവിടെ. മലകയറ്റത്തിൻ്റെ മടുപ്പൊക്കെ അതങ്ങോട്ട് തീർത്തു. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിനകത്തേക്ക് തൽക്കാലം കയറുന്നില്ല. കാരണം പുറത്ത് അത്രയും കാഴ്ചകളുണ്ട്. ഞങ്ങളെ കൂടെ വന്ന അണ്ണൻ കൊച്ചിനെ ആനപ്പുറത്തിരുത്തി കളിപ്പിക്കുകയാണ്.
ഈ വ്യൂ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നറിയില്ല. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്താലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ആ ഫീല് കിട്ടിക്കൊള്ളണമെന്നില്ല. കാറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് ജസ്റ്റ് ഇവിടെ മാത്രമല്ല, ഈ പ്ലേസ് മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം താഴെ ഇഷ്ടം പോലെ കാറ്റാടി പാടങ്ങൾ. പിന്നെ സൺസെറ്റിൻ്റെ ബ്യൂട്ടിയും ടോപ്പിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പുറകിലായി ഒരു കുളമുണ്ട്, പിന്നെ 2-3 ആൽമരങ്ങളും. വ്യൂ ഏകദേശം നേരത്തെ പോലെ തന്നെയാണ്. സമയം 6 മണിയായിട്ടുണ്ട്. 6:30 താഴെ നിന്ന് ഒരു ഡയറക്റ്റ് തെങ്കാശി ബസ് ഉണ്ട്. സോ 1-2 പിക്കൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. തിരച്ചിറങ്ങിയപ്പോൾ ഭംഗി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആ സ്പോട്ടാണിത്. 5 മിനിറ്റ് ലേറ്റായിട്ടാണേലും നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. തിരക്കുണ്ടായിരുന്നെങ്കിലും ഇരിക്കാൻ സീറ്റ് കിട്ടി. 20 രൂപയുള്ളൂ ഇവിടുന്ന് തെങ്കാശിക്ക്. ലഞ്ച് കഴിച്ച കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള റഹ്മത്ത് പൊറോട്ട സ്റ്റാളിലാണ് ഡിന്നറിന് പോയത്. ആദ്യം വാഴയിലയിൽ പൊറോട്ടൊക്കെ പിച്ചിപ്പോട്ട് വെച്ചു, പുറകെ ഗ്രേവി ഒഴിച്ചു. സപ്ലയർ വീണ്ടും വേറൊരു ടൈപ്പ് ഗ്രേവി ഒഴിച്ചു. അതിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ. ഓർഡർ ചെയ്ത മട്ടൻ ഫ്രൈയും എത്തി. പക്ഷേ സംഭവം മട്ടൺ അല്ലായിരുന്നു, ബീഫായിരുന്നു. സപ്ലയറോട് എത്ര തർക്കിച്ചിട്ടും പുള്ളി സമ്മതിച്ചിരുന്നില്ല. പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. 100 രൂപ റേറ്റ് ഉള്ളൂ. പിന്നെ കൂടുതൽ തർക്കിക്കാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് ഒരു സർബത്തും കൂടെ ഷെയർ അടിച്ചു. ഒരു പപ്പായ പേരക്ക മിക്സ്ഡ് ഐറ്റം. ടേസ്റ്റ് ആവറേജേ ഉള്ളൂ. 8:30 തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള ബസ്. അമ്മയുടെ കൈയും പിടിച്ച് ഒരു ചെക്കൻ താഴൂട്ടി ആടുന്ന കണ്ടില്ലേ? കൊള്ളാലോ കളി എന്നുള്ള മൈൻഡിൽ ചെക്കൻ ഇത് തന്നെ റിപ്പീറ്റ്. അവനായിരുന്നു ബസ് വരും വരെയുള്ള ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്. ബസ് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ് പറയാം. തെങ്കാശി ടു ട്രിവാൻഡ്രം 148 രൂപയാണ് ബസ് ചാർജ്. ഈ ട്രിപ്പിൽ ഫുഡിന് വന്ന ടോട്ടൽ എക്സ്പെൻസ് 878 രൂപയാണ്. ട്രാവലിന് 742, ശെന്തുരുണി ട്രക്കിങ്ങിന് 1000 രൂപയായി. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ 2620 രൂപ. ഒരാൾക്ക് 1310 വെച്ച്. സോ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു സൂൺ.